രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഓം രാധായേ സ്വാഹാം. ഞാൻ ഇടയ്ക്കൊന്ന് രാധയുടെ പ്രണയത്തിൽ പറഞ്ഞിരുന്നു കൃഷ്ണനെ കുറിച്ചൊരു വീഡിയോ ഇറക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. തൃശ്ശൂരിൽ നിന്നും ഒരു ഭാസ്കര മേനോന്റെ ഒരു സംശയമാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇതാണ്: സാറേ, ഭഗവത്ഗീതയിൽ പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിച്ചപ്പോൾ ശരിക്കും അർജുനൻ ഭയന്നുപോയി. അപ്പൊ നിർത്തൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവീകത കാണുമ്പോൾ ഭയന്നു പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ സാത്താൻ വിശ്വരൂപം കാണിച്ചാൽ ഭയന്നു പോകുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാം. ഇത് ദൈവത്തിന്റെ രൂപം കാണുമ്പോൾ എന്തിനാണ് ഭയക്കുന്നത്? ദൈവീകത അനുഭവപ്പെട്ട ബുദ്ധശിഷ്യന്മാരൊന്നും ഭയന്നില്ലല്ലോ. എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പൊ എനിക്ക് തോന്നി ഇത് നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. ഇത് നമ്മളെ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ രണ്ട് കാര്യമുണ്ട്. ഓരോരുത്തർ ഓരോ ചോദ്യം ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാനായിട്ട് അറിയില്ല. അപ്പൊ അർജുനൻ ഭയന്നു പോയി എന്നത് സത്യമാണോ? അതോ അർജുനന്, ചിലർ പറയും അർജുനൻ, ഇസ്കോണിന്റെ ബുക്കൊക്കെ വായിക്കുന്നവർ പറയും അർജുനൻ അത്ഭുതപരതന്ത്രനായി നിന്നു, അങ്ങനെ നിന്നു എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനല്ല, അർജുനൻ ഭയന്നു പോയി. എല്ലാ ഭഗവത്ഗീതയിലും അങ്ങനെ തന്നെ. അവർ പിന്നെ ഒരു പ്രത്യേക വ്യാഖ്യാനമാണ്. അപ്പോൾ ഞാൻ പറയാം, അർജുനൻ ഭയന്നുപോയി എന്നത് സത്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കാര്യം നമ്മളിലേക്ക് എത്തുന്നതെങ്കിൽ നമ്മൾ ഭയന്നു പോകും. അത് ആനന്ദമാണെങ്കിൽ കൂടി. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ക്ലേശങ്ങളും ദുഃഖങ്ങളെക്കാളും ഉപരി നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സംഗതി ആനന്ദമാണ്. നനച്ചിരിക്കാതെ പെട്ടെന്നൊരു നിമിഷം ആനന്ദം വന്ന് കയറിയാൽ നമുക്കത് താങ്ങാൻ പറ്റില്ല. നമ്മൾ ഭയന്നു പോകും. നമ്മുടെ ജീവൻ നിന്നു പോകുമോ എന്ന് നമ്മൾ ഭയന്നു പോകും. അപ്പൊ നിങ്ങൾ അത്ഭുതപ്പെടും. ആനന്ദം വരുമ്പോൾ ജീവൻ നിന്നു പോകുമോ എന്ന് നമ്മൾ ഭയക്കുമോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഒരാൾക്ക് വെളിയിൽ ഒക്കെ ഉള്ള ലോട്ടറി ഉണ്ടല്ലോ, അതെടുക്കുന്നു. അതെടുത്തപ്പോൾ ഒന്നാം സമ്മാനം 100 കോടിയാണ്. ഇയാൾക്ക് ഈ 100 കോടി അടിച്ചു. അപ്പോൾ ഇയാള് ICUവിൽ കിടക്കുന്ന സമയത്താണ്. അപ്പൊ മക്കൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ 100 കോടി അടിച്ചു. ഇയാളെ എങ്ങനെ വിവരം അറിയിക്കും? കാരണം അറ്റാക്കായിട്ട് അകത്ത് കിടക്കുകയാണ്. എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിയാനും പറ്റുന്നില്ല. അപ്പോൾ അച്ഛനെ കൊണ്ട് ഇതിന്റെ പുറവിന് ഒപ്പിടിപ്പിച്ച്
നമുക്ക് പോയി മാറ്റണം, കാരണം അച്ഛൻ അതിൻ്റെ പുറത്ത് പേരും അതും ഇതുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ഛനെ അറിയിക്കാനും വയ്യ, കാരണം അറ്റാക്കായി കിടക്കുന്ന ഒരാളോട് പെട്ടെന്ന് ഇത്രയും കിട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ആനന്ദം വന്നാൽ സംഭവിക്കാം. അപ്പോൾ ഇവർ ചെന്ന് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കണ്ട, ഞാനത് വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഡോക്ടർ ചെന്ന് രോഗിയെ പതിവ് പോലെയൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, അല്ല ഞാനൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ രോഗി പറഞ്ഞു, എന്താണ്? അല്ല, താങ്കൾക്ക് ഇപ്പോൾ ഒരു വിധമൊക്കെ സുഖമായി കഴിഞ്ഞു, ഒന്ന് സങ്കല്പിച്ച് നോക്കേ, താങ്കൾക്ക് 100 കോടി അടിക്കുന്നു, താങ്കൾ ഭാഗ്യക്കുറി വല്ലതും എടുത്തിട്ടുണ്ടോ? ആ ഉണ്ട് ഡോക്ടറെ. അല്ല, സങ്കല്പിച്ച് നോക്കേ, താങ്കൾക്ക് 100 കോടി അടിക്കുന്നു, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യും? അപ്പൊ അയാൾ പറഞ്ഞു, അത് അടിച്ചിട്ട് വേണ്ടേ, അതൊക്കെ എത്രയോ പേരെടുക്കുന്നതാ. അത് ഞാനൊരു തമാശക്ക് ചോദിച്ചതാണ്. ഡോക്ടർ പറഞ്ഞു, 100 കോടി നിങ്ങൾക്ക് അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ അയാൾ ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഡോക്ടറാണ്. എനിക്ക് 100 കോടി അടിച്ചാൽ അതിൻ്റെ പകുതി 50 കോടി ഞാൻ ഡോക്ടർക്ക് തന്നിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തമാശ പറയാതെ, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, 100 കോടി അടിച്ചാൽ എന്ത് കിട്ടും? അപ്പോൾ അയാൾ ദൈവത്തെ കൊണ്ടാണ് ഇട്ടിട്ട് പറഞ്ഞു, ദൈവത്തിനാണ് സത്യം ഡോക്ടറെ, ഇതിൻ്റെ പകുതി ഞാൻ അങ്ങേക്ക് തന്നിരിക്കും. ഡോക്ടർ ഒറ്റ എണ്ണക്കം താഴ്ന്നു. പ്രതിരോധ വിദഗ്ധനായ ഡോക്ടർ ആ നിമിഷം അറ്റാക്ക് വന്ന് മരിച്ചുപോയി. കാരണം അയാൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, നനച്ചിരിക്കാതെ 50 കോടി എന്ന ആനന്ദം വന്നപ്പോൾ ഡോക്ടറുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റിയില്ല, ആളപ്പോഴേ മരിച്ചു. നല്ലതുപോലെ മനസ്സിലായില്ലേ? പരമാനന്ദം നമുക്ക് പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ, ഒരു മുന്നറിയിപ്പില്ലാതെ വന്നാൽ താങ്ങാൻ പറ്റത്തില്ല നമ്മുടെ ഹൃദയത്തിന്. ചുമ്മാതെ ഉഴപ്പി നടക്കുന്ന ഒരുത്തൻ, അവന് ഒരു ആവറേജ് പഠിത്തം, അത്രയേ ഉള്ളൂ. അവൻ്റെ അടുത്ത് എന്നിട്ട് പത്രം കാണിച്ചിട്ട്, എടോ നിനക്കിടാ ഫസ്റ്റ് റാങ്ക്, നോക്കടാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവൻ്റെ ഹൃദയം നിന്നു പോയെന്നിരിക്കും, അവൻ അവിടെ വീണ് മരിച്ചു പോയെന്നും ഇരിക്കും. ആനന്ദം പെട്ടെന്ന് വന്നാൽ താങ്ങാൻ പറ്റില്ല. പിന്നെ ഭാസ്കര മേനോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ബുദ്ധന്റെ ശിഷ്യന്മാർക്ക് ഇതേ ദർശനം കിട്ടിയിട്ട് എന്തുകൊണ്ടത് സംഭവിച്ചില്ല? അദ്ദേഹം ബുദ്ധ ശിഷ്യനെന്നേ പറഞ്ഞുള്ളൂ, ഞാൻ എടുത്തു പറഞ്ഞു തരാം. അതായത് ബുദ്ധ ശിഷ്യനായിരുന്ന സരിപുത്തനും മെഗാലനും, ഇവർക്ക് 2 പേർക്കും പ്രപഞ്ചത്തിന്റെ വിശ്വരൂപ ദർശനം കിട്ടി, ബുദ്ധന് കിട്ടിയതുപോലെ. എന്നിട്ട് അവർ ഞെട്ടാത്തതിൻ്റെ കാരണം, ഇത് കിട്ടാൻ വേണ്ടി അവര് ദീർഘനാളായി ധ്യാനത്തിലിരിക്കുകയാണ്. പെട്ടെന്നൊരു നിമിഷം അവർക്ക് കിട്ടിയതല്ല, അവര് ദീർഘനാളായിട്ട് എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ നാളായി അത് പ്രതീക്ഷിച്ചിരുന്ന അവരുടെ മുന്നിലേക്കാണ് ആനന്ദം വന്നത്. അതുകൊണ്ട് അവര് ഞെട്ടിയില്ല. ഇവിടെ അർജുനൻ അങ്ങനല്ല. ഇല്ല, ഡോക്ടറുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. എന്താണ്? 50 കോടി പിടിച്ചോ? അതുപോലെയാണ് അർജുനന്റെ മുന്നിൽ പെട്ടെന്നാണ് ആനന്ദം വന്നത്. ബുദ്ധശിഷ്യന്മാർ അതിനു വേണ്ടി കുറെ പരിശ്രമിച്ചതാണ്. അങ്ങനെ നീണ്ട ധ്യാനത്തിലൂടെ വരുന്ന ആനന്ദവും, അർജുനന് ഒരു ധ്യാനവും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പെട്ടെന്ന് പൊട്ടിമുളച്ചത് കൊണ്ടാണ് അർജുനൻ ഭയന്നു പോകുന്നത്. പിന്നെ അർജുനന് വിശ്വരൂപം കണ്ടപ്പോൾ അർജുനൻ ഉണ്ടായത് സാധാരണ ആനന്ദമല്ല, അത് പരമാനന്ദത്തിന്റെ ഒരു മലവെള്ള പാച്ചിലാണ്. അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത് നിർത്ത് എന്ന് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ലോകത്ത് ഏറ്റവും വലിയ ക്ലേശത്തെ, ദുഃഖത്തെ, അതൊക്കെ താങ്ങാൻ ശക്തിയുള്ള ഒരുപാട് മഹാത്മാക്കള്, ശക്തരായ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എത്ര വലിയ ക്ലേശവും താങ്ങാൻ കഴിവുള്ളവരുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ആനന്ദം പെട്ടെന്ന് താങ്ങാൻ കഴിവുള്ളവര് ഇല്ല. നിങ്ങൾ ആനന്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ പെട്ടെന്നാണ് ആനന്ദം കിട്ടുന്നതെങ്കിൽ ഭയന്നു പോകും. ജീവൻ നിന്നു പോകുമോ എന്ന് നമ്മൾ ഭയന്നു പോകും. അതുകൊണ്ടാണ് ഈശ്വരൻ നമുക്ക് ആനന്ദത്തെ തവണകളായിട്ട്, ചെറുമാത്രകളായിട്ട്, വളരെ പിശുക്കുള്ള രീതിയിൽ തരുന്നതിൻ്റെ കാരണം അതാണ്.
ആനന്ദം ഒന്നിച്ചു തന്നാൽ താങ്ങില്ല. ഇത് തന്നെയാണ് കൃഷ്ണന്റെ വിശ്വരൂപം കണ്ട അർജുനന് സംഭവിച്ചത്. ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടിയല്ലോ. മറ്റുള്ളവർ പറയും, ഇങ്ങനെ പലതും പറയും നമ്മുടെ പുരാണത്തെ കുറിച്ച്. ദൈവത്തിന്റെ വിശ്വരൂപം ഉടൻ കാണുമ്പോൾ ലോകത്താരെങ്കിലും ബോധം കെടുമോ? ഇതാണ് സത്യം. അർജുനൻ നിരവധി ധ്യാനങ്ങൾ നടത്തി ബുദ്ധശിഷ്യനായ സരിപുത്തനെയും മെഗാലനെയും കണക്ക് ദീർഘനാളായി ധ്യാനത്തിലിരുന്ന് കിട്ടിയ ദർശനമല്ല. അർജുനൻ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വീണ് കിട്ടിയ ആനന്ദം, അത് ഉൾക്കൊള്ളാൻ അർജുനന്റെ മനസ്സിനായില്ല. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഇനി തൊട്ട് ഇങ്ങനൊരു ചോദ്യം ഹിന്ദുക്കളോട് ചോദിച്ചാൽ ഹിന്ദുക്കൾക്ക് തല നിവർത്തി പിടിച്ചു നിന്ന് മറുപടി പറയാൻ പറ്റുമല്ലോ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.